ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രോച്ചറ്റ് സ്ക്വയർ ഡിസൈനാണ്. ഇതിന് മൊസൈക്ക് ക്രോച്ചറ്റ് ഡിസൈൻ എന്നാണ് പറയുന്നത്. നമ്മൾക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് ഒരു സർക്കിള് ചെയ്യണം. നമ്മളെ നൂലിനെ പിടിച്ച് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾക്ക് സർക്കിളായി കഴിഞ്ഞു. ഇതിലാണ് നമ്മൾക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്. ഇനിയും 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് ഹൂക്കിൽ ഒരു തവണ നൂല് ചുറ്റണം. ശേഷം ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി 3 ഡബിൾ ക്രോഷ്യയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. 3 ചെയിൻ സ്റ്റിച്ച് കൂടി ആയതുകൊണ്ട് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയായിരുന്നു. ഇനിയും 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ സ്റ്റിച്ച്. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യയുടെ 4 കുട്ടമാണ് നമുക്ക് ചെയ്യേണ്ടുന്നത് ഈ സർക്കിളിൽ. പക്ഷേ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു, 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്തു, ശേഷം 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നു, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നൂല് കുറച്ച് പിടിച്ച് വലിച്ചു കൊടുക്കുമ്പോൾ അത് ടൈറ്റ് ആവും. അപ്പോൾ സെൻറ്ററിൽ അധികം ഗ്യാപ്പ് വരില്ല. ഇനി നമുക്ക് ജോയിൻ ചെയ്യുവാണ്. അതിന് 2 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾക്കിവിടെ 1 ചെയ്താൽ മതിയാകും. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്താണ്. ഒരു തവണ ഹൂക്കിൽ നൂല് ചുറ്റിയിട്ട് വെളിയിലത്തെ നൂലിനെ കൊണ്ട് അങ്ങനെ 3 ലൂപ്പിൽ കൂടിയും ഒറ്റ തവണ നൂല് വലിച്ചെടുത്താണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അവിടെ തന്നെയാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർണർ സ്പേസാണ്. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 2 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആകും. അപ്പോൾ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതുകൊണ്ട് നമ്മൾ കോർണർ സ്പേസ് ആയതുകൊണ്ട് 3 ഡബിൾ ക്രോഷ്യയുടെ 2 കൂട്ടമാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 3 ഡബിൾ ക്രോഷ്യ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റാവും. ശേഷം 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. വീണ്ടും 2 ചെയിൻ, ത്രീ ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യണം. കോർണർ സ്പേസിലെല്ലാം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ശേഷം സെൻറ്ററിൽ നമുക്ക് 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും. വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്.
3 ഡബിൾ ക്രോഷ്യ ചെയ്ത് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും സെയിം പ്ലേസ് തന്നെ നമുക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും 1 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ജോയിൻ ചെയ്യണം. ഇപ്പോൾ കോർണർ സ്പേസ് ആയതുകൊണ്ട് ഇനി വീണ്ടും നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് 1 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ സ്പേസിൽ തന്നെ കോർണർ സ്പേസിൽ തന്നെ നമ്മൾക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 1 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്, 2 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 1 ചെയ്താൽ മതിയാകും. കാരണം ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിലാണ്. അതുകൊണ്ട് ഹൂക്കിൽ നൂലൊരു തവണ ചുറ്റിയിട്ട് വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്ന് 3 ലൂപ്പിൽ കൂടിയും ഒറ്റത്തവണ നൂലിനെ കൊണ്ടുവന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ആവശ്യത്തിന് സ്പേസ് കിട്ടും. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യണം. നമുക്കവിടെ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് നൂല് കട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് കളർ കൊടുക്കാൻ നമുക്ക് ഹൂക്കിലൊരു നോട്ട് ഇടണം. നോട്ടിട്ടതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്താണ് ജോയിൻ ചെയ്യുന്നത്, ചെയിൻ സ്റ്റിച്ച് ഇട്ടല്ല. അപ്പോഴും നമുക്ക് ഹൂക്കിലൊരു തവണ നൂല് ചുറ്റിയിട്ട് നൂല് ഒന്ന് പിടിച്ചു കൊടുക്കണം. വിട്ടുപോകാതെ. ശേഷം നമ്മൾ കോർണർ സ്പേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി ചെയ്യണം ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് 2 ലൂപ്പ്. ഇപ്പോൾ നമുക്ക് 1 ഡബിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. ഇനിയും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് 1 ചെയിനാണ് കൊടുക്കേണ്ടുന്നത്. 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും ട്രിപ്പിൾ ക്രോഷ്യയാണ് കൊടുക്കേണ്ടുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത 3 ഡബിൾ ക്രോഷ്യയുടെ മിഡിൽ സെൻട്രലിലുള്ള ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഹൂക്ക് ആ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി വേണം ഹൂക്ക് കടത്താൻ. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ട് ഹൂക്കിൽ നൂല് 2 തവണ ചുറ്റണം. ശേഷം ഫസ്റ്റ് റൗണ്ടിലെ 3 ഡബിൾ ക്രോഷ്യയുടെ സെൻറ്റർ, ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ഉള്ളതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഹൂക്ക് കടത്തി നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൂക്കിൽ 4 ലൂപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി, നെക്സ്റ്റ് 2. അപ്പോൾ 3 തവണ നമ്മൾ 2 ലൂപ്പിൽ കൂടി 3 തവണ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് 1 ട്രിപ്പിൾ ക്രോഷ്യ കിട്ടുന്നത്. ഇനി അതേ സ്പേസിൽ തന്നെ നമുക്ക് 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഇപ്പോൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷമാണ് നമ്മൾ 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വീണ്ടും നമ്മൾ അവിടെ തന്നെ സെയിം പ്ലേസിൽ തന്നെ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇനിയും നമ്മൾക്ക് കോർണർ സ്പേസാണ് ചെയ്യുന്നത്.
ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ചാണ് കോർണർ സ്പേസിൽ കൊടുക്കുന്നത്. നമ്മൾക്ക് അവിടെ 6 ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ച്, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കവിടെ വീണ്ടും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ വീണ്ടും നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് 1 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൂക്കിൽ 2 തവണ നൂല് ചുറ്റിയിട്ട് ഫസ്റ്റ് റൗണ്ടിലെ 3 ഡബിൾ ക്രോഷ്യയുടെ മിഡിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഫസ്റ്റ് കാണുന്ന 2 ലൂപ്പിൽ കൂടി നൂലിനെ കൊണ്ടുവരണം. നെക്സ്റ്റ് വീണ്ടും ഒന്നുകൂടി. ഇപ്പോൾ നമ്മൾക്ക് 1 ട്രിപ്പിൾ ക്രോഷ്യ ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അവിടെ തന്നെ 1 ഡബിൾ ക്രോഷ്യ കൂടി സെയിം സ്ഥലത്ത് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 1 ചെയിൻ സ്പേസ് കൊടുത്ത ഇടത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് കോർണർ സ്പേസാണ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ 4 സൈഡും ഒരേപോലെ ചെയ്യണം. അവിടെ നമ്മൾക്ക് 3 കോർണർ സ്പേസിൽ 3 ചെയിൻ ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് റൗണ്ടിലെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയിലാണ് ചെയ്യുന്നത്, ഫസ്റ്റ് റൗണ്ടിലെ. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 4 സൈഡിലും ഓരോ സൈഡിലും 1 ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾക്ക് 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 ഡബിൾ ക്രോഷ്യ കൊടുത്തിരുന്നുള്ളൂ. കോർണർ ആയതുകൊണ്ട് നമുക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ച്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ 1 ചെയിൻ സ്റ്റിച്ചേ കൊടുത്തുള്ളൂ. കാരണം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്താണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ കൊണ്ട് ഹൂക്കിൽ 1 തവണ നൂല് ചുറ്റിയിട്ട് 3 ലൂപ്പിൽ കൂടി ഒറ്റത്തവണ നൂലിനെ കൊണ്ടുവന്നാണ് ജോയിൻ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് അവിടെ തന്നെയാണ് നമ്മൾക്ക് വീണ്ടും ചെയ്യേണ്ടുന്നത്. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും. അങ്ങനെ നമ്മൾക്ക് 3 ചെയിൻ സ്റ്റിച്ച് 1 ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട്. 3 ചെയ്തിട്ട് വീണ്ടും 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് സ്പേസിൽ പോകുന്നത്. വീണ്ടും നമ്മൾക്ക് 1 ഡബിൾ ക്രോഷ്യ, 2, 3. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യയാണ് കൊടുക്കേണ്ടുന്നത്. നെക്സ്റ്റ് 1 ചെയിന് സെൻറ്ററിലല്ല, നമ്മൾക്ക് 1 ചെയിൻ എക്സ്ട്രാ കൊടുത്താൽ മതി. കോർണർ സ്പേസിൽ മാത്രം 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. 3 ഡബിൾ ക്രോഷ്യയുടെ സെൻറ്ററിൽ വീണ്ടും 1 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തിട്ട് കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് ഈ റൗണ്ട് ഫുള്ള് 3 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. കോർണറിൽ മാത്രം 6 വേണം. കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 2 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടുന്നത്. വീണ്ടും
ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ജസ്റ്റ് 1 ചെയിൻ കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ചെയിൻ സ്പേസിലും ചെയ്യണം. കോർണറിൽ മാത്രം 6 ഡബിൾ ക്രോഷ്യ വരും. അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്കത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കിനി 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് കോർണറിൽ ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 ഡബിൾ ക്രോഷ്യ കൊടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടുന്നത്. പക്ഷേ നമ്മൾക്കിവിടെ 1 കൊടുത്താൽ മതിയാകും. ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള സ്പേസ് കിട്ടും. ഹൂക്കിൽ നൂല് ഒരു തവണ ചുറ്റിയിട്ട് 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ 3rd സ്റ്റിച്ചിൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്ന് 3 ലൂപ്പുണ്ട്. ഈ 3 ലൂപ്പിൽ കൂടിയും ഒറ്റത്തവണ നൂലിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ കൊടുത്ത് നൂല് കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നൂല് അഴിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് കളറാണ് ജോയിൻ ചെയ്യേണ്ടുന്നത്. അതിന് ഹൂക്കിൽ നമ്മൾ ഒരു നോട്ട് ഇട്ടതിന് ശേഷം ഹൂക്കിൽ നൂല് ഒരു തവണ ചെയ്യുക. ചെയ്തിട്ട് കോർണറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്, ചെയിൻ സ്റ്റിച്ച് ഇട്ടല്ല. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്. അപ്പോൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ബാക്കി 3 ഡബിൾ ക്രോഷ്യ കൂടി അവിടെ ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും. ശേഷം നമ്മൾക്ക് 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനിയും നമ്മൾക്ക് ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. അതിന് സെക്കൻഡ് റൗണ്ടിൻ്റെ നേരെ താഴ്വശം വരും, സ്ട്രെയിറ്റ് നേരെ സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തത് സെക്കൻഡ് റൗണ്ടിലെ 3 ഡബിൾ ക്രോഷ്യയുടെ സെൻറ്ററിൽ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ഉണ്ട്. അതിൽ മിഡിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയിലാണ്. ഇനി വീണ്ടും 1 ഡബിൾ ക്രോഷ്യ കൂടി അവിടെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു ചെയിൻ ഗ്യാപ്പിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ 1 ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ്. ഇനി സെക്കൻഡ് നമ്മൾ അടുത്ത 1 ചെയിൻ കൊടുത്ത സ്പേസാണ്. അവിടെ നമ്മൾക്ക് ചെയ്യുമ്പോൾ 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. വീണ്ടും 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അതിന് ഹൂക്കിൽ നൂല് 2 തവണ ചുറ്റണം. ചുറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ ചെയ്ത ട്രിപ്പിൾ ക്രോഷ്യയിലാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത്. വീണ്ടും നമ്മൾക്ക് അവിടെ തന്നെ 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തിട്ട് 1 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. സെൻറ്ററിലെല്ലാം ചെയ്യുമ്പോൾ 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. വീണ്ടും അടുത്ത സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും 1 ട്രിപ്പിൾ ക്രോഷ്യ, ഹൂക്കിൽ നൂല് 2 തവണ ചുറ്റുക. കോർണർ സ്പേസിലെ 3 ചെയിൻ സ്റ്റിച്ച് 3 ഡബിൾ ക്രോഷ്യയുടെ മിഡിൽ. ഇപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയിലാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്.
ഇപ്പോൾ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും അവിടെ തന്നെ 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. സെയിം പ്ലേസിൽ തന്നെ 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. സോറി, ഇതിൽ ഞാൻ ചെയ്തില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. വിട്ടുപോയതാണ്. വീണ്ടും കോർണറിലാണ് 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷ്യ. വീണ്ടും 1 ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അവിടെ 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. അങ്ങനെയാണ് ആ ചെയിൻ സ്പേസിൽ. ഇപ്പോൾ നമ്മൾ 3rd റൗണ്ടിൽ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ 2ാമത്തെ ചെയിൻ സ്റ്റിച്ചിലാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തിട്ട് 1 ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ സൈഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടുന്നത്. ഈ 4 സൈഡിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി അവിടെ നമ്മൾക്ക് 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ നമുക്ക് ആ 3 ഡബിൾ ക്രോഷ്യയുടെ സെൻറ്ററിലാണ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്. വീണ്ടും ഇപ്പോൾ ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളവിടെ ഡബിൾ ക്രോഷ്യ കൊടുത്തിരിക്കുന്നത് 3rd റൗണ്ടിലെ ഡബിൾ ക്രോഷ്യയിലാണ്. സെൻറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ 1 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 1 ചെയിൻ സ്റ്റിച്ചിട്ട് നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഹൂക്കിൽ നൂലൊരു തവണ ചുറ്റിയിട്ടാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അവിടെ തന്നെയാണ് ഒരു റൗണ്ട് കൂടി ചെയ്യേണ്ടതുണ്ട്. ഇനി 3 ചെയിൻ സ്റ്റിച്ചിട്ട് അവിടെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് ഇടുക. ശേഷം 2 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് നമ്മൾ 1 ചെയിൻ കൊടുത്ത സ്പേസിലെല്ലാം 3 ഡബിൾ ക്രോഷ്യയാണ് കൊടുക്കേണ്ടത്. 3 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ 1 ചെയിൻ കൊടുക്കുന്നു. നെക്സ്റ്റ് ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. വീണ്ടും 1 ചെയിൻ കൊടുക്കുന്നു. നെക്സ്റ്റ് ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ. സെൻറ്ററിലെല്ലാം നമ്മൾ 1 ചെയിൻ എക്സ്ട്രാ കൊടുത്താൽ മതി. കോർണറിൽ മാത്രം 2 ചെയിൻ സ്റ്റിച്ച്. അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ കുറച്ച് പീസ് ഇതുപോലെ ചെയ്തിട്ട് ജോയിൻ ചെയ്തും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതോടെ നമ്മൾ ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾക്കത് ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ
വീണ്ടും 3 ഡബിൾ ക്രോഷ്യ കൊടുക്കുക. ശേഷം 1 ചെയിൻ സ്റ്റിച്ച്, ശേഷം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണം. ഫുൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ തന്നെ വേറെ ഒരു കളർ കൂടി ചെയ്തതാണിത്. താങ്ക്